Hi dears, Assalamu alaikum, Namaskaram. Welcome back to Shikascafe. ഇന്ന് നമുക്ക് പഴവും ക്യാരറ്റും വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റം റെഡിയാക്കി എടുക്കുക. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങളാണല്ലോ ഈ പഴവും ക്യാരറ്റൊക്കെ. അപ്പോൾ പഴം ഇതുപോലെ കൂടുതൽ പഴുത്ത് പോയാൽ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പഴുത്ത് പോയ പഴവും ക്യാരറ്റും വെച്ചിട്ട് നല്ലൊരു ഐറ്റം റെഡിയാക്കി എടുക്കുക. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പഴമൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 പഴമാണ്. ഏകദേശം ഒരു 1/2 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ 3 പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ സ്റ്റൗവിൽ ഞാനൊരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയതിന് പകരം തേങ്ങ കൊത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ കൂടുതൽ ദിവസം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതൽ ദിവസം സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങ വറുക്കാതെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ക്യാരറ്റ് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട പഴം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പഴമൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഴവും ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റി വരണം. അപ്പോഴേക്കും ഈ പഴമൊക്കെ നന്നായിട്ട് വഴന്നിട്ട് പഴത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളൊരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വഴറ്റിയെടുക്കുന്നതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൽ മെയിനായിട്ട് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു വഴറ്റിയെടുക്കലാണ്. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു കൂട്ട് ഈ ഒരു പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പോൾ നമ്മുടെ പഴവും ക്യാരറ്റൊക്കെ ഉള്ള ഈ ഒരു കൂട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇത് ശരിക്കും കറക്റ്റായിട്ടുണ്ടോയെന്ന് അറിയാൻ നമ്മളിതൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയണത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പഴവും വെച്ചിട്ടുള്ള ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നാൽ ഈ ഒരു സ്പൂണിൽ ഇത് ഹലുവ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹലുവൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ സൈഡൊക്കെ കത്തി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഹലുവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഹലുവ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കോൺഫ്ലവറൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഹലുവ പോലെയല്ല, ഇത് നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനും. നമ്മൾ ഈ ഒരു ഹലുവ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു തേങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പും ക്യാരറ്റൊക്കെ ഇങ്ങനെ കടിക്കാനും കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഹലുവ കഴിക്കാൻ. പിന്നെ നമ്മളിത് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. 2-3-4 മാസമൊക്കെ ഇത് കേടുവരാതെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റും പഴവും വെച്ചിട്ടുള്ള ഹലുവ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹലുവയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതുപോലെ പഴമൊക്കെ കൂടുതലുള്ള സമയത്ത് നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഷികാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്